ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ 8th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയാണ്. പുതിയ പാഠപുസ്തകമാണ്, ന്യൂ ടെക്സ്റ്റ് ബുക്ക്. അതിലെ യൂണിറ്റ് 3 ഇക്കായി 3 രണ്ടാമത്തെ ചാപ്റ്റർ ബൈസൈക്കിൾ തീവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബൈസൈക്കിൾ തീവ്സ് ഫിൽമി ലേഖാണ്. അതിൻ്റെ രചനാകാർ വരുൺ ഗ്രോവർ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യും. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ 2 വീഡിയോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 ക്ലാസ്സുകളായിട്ടാണ്. പാർട്ട് 1 ആണിത്, പാർട്ട് 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. बाइसाइकिल थीव्स वरुण ग्रोवर. सीधी सी कहानी है, दूसरे विश्व युद्ध के बाद का इटली है. गरीबी और उदासी धूप की तरह पूरे देश में छाई हुई है. रोम में रहने वाले अंडोनियो को नौकरी चाहिए, लेकिन नौकरी ऐसी मिली है जिसके लिए साइकिल होना ज़रूरी है. उसकी पत्नी मारिया बड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे जुटाती है. काम के पहले ही दिन अंटोनियो की साइकिल चोरी हो जाती है. वह अपने 10 साल के बेटे ब्रूनो के साथ साइकिल गोजने निकलते हैं. पहले चोर बाजार, फिर शहर के बाकी बदनाम इलाकों में. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് ആദ്യം പറയാം. സീതി സി കഹാനി ഹെ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു കഥയാണ്. ദൂസരെ വിശ്വയുദ്ധ കെ ബാദ് കാ ഇറ്റലി ഹെ, അതായത് 2ാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന ഒരു പീരീഡാണ് കേട്ടോ. ഇറ്റലിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഗരീബി और ഉദാസി धूप की तरह पूरे देश में छाई हुई है. അപ്പോൾ നമുക്കറിയാം 2ാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന ടൈമിൽ നമ്മുടെ ആളുകളൊക്കെ ഭയങ്കര പുവറായി. കാരണം ഫുഡ് കിട്ടാനില്ല, ജോലി ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ മാറി. കാരണം യുദ്ധം നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ഗരീബി और ഉദാസി ധൂപ് കി തര എന്ന് പറഞ്ഞ് ഇരുണ്ട സൂര്യനെ പോലെ, ഇരുണ്ട സൂര്യൻ്റെ വെളിച്ചം പോലെ ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ രാജ്യത്തുടനീളം നിറഞ്ഞു നിൽക്കുകയാണ്. അത്രയും പ്രശ്നങ്ങളാണ് ആ രാജ്യത്ത്. റോം മേ രഹനെ വാലെ, അപ്പോൾ റോമിൽ ജീവിക്കുന്ന അന്തോണിയയ്ക്ക് ഒരു ജോലി വേണം, നൗക്കരി, ജോലി. ലേക്കിൻ നൗക്കരി ഏസി മിലി ഹെ, അയാൾ കുറേ സെർച്ച് ചെയ്തു, ജോലി കിട്ടി. എങ്ങനത്തെ ജോലിയാണ് കിട്ടിയത്? ജിസ്കെ ലിയെ സൈക്കിൾ ഹോന ജറൂറി ഹെ, അതിന് സൈക്കിൾ വേണം, ജോലി ചെയ്യണമെങ്കിൽ സൈക്കിൾ ആവശ്യമുണ്ട്. അങ്ങനെ അയാളുടെ ഭാര്യ മറിയ എന്ത് ചെയ്തു? വളരെ കഷ്ടപ്പെട്ട് വീട്ടിലെ ഏതൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റിട്ട് ഒരു സൈക്കിൾ വാങ്ങാനുള്ള പൈസ കണ്ടെത്തി. ഓക്കെ, കാം കെ പെഹലെ ഹി ദിൻ അന്തോണിയോ കി സൈക്കിൾ ചോരി ഹോ ജാതി ഹെ. അപ്പോൾ ആദ്യം അയാൾ ജോലിക്ക് പോയ ആദ്യ ദിവസം തന്നെ അയാളുടെ സൈക്കിൾ മോഷണം പോയി. അപ്പോൾ अपने 10 साल के बेटे ब्रूनो के साथ साइकिल गोशने निकलता है. അങ്ങനെ സൈക്കിൾ മോഷണം പോയി. അങ്ങനെ ഇയാൾക്കൊരു മകനുണ്ട്. മകൻ്റെ പേര് ബ്രൂണോ എന്നാണ്. 10 വയസ്സുള്ള ബ്രൂണോനെയും കൊണ്ട് ഇയാൾ സൈക്കിൾ തേടി ഇറങ്ങി. ആര് കൊണ്ടുപോയതൊന്നും അറിയില്ല കേട്ടോ. പെഹലെ ചോർ ബാസാർ, ഫിർ ഷഹർ കി ബാക്കി ബദ്നാം ഇലാക്കോ മേ. ആദ്യം ഇയാളെ തേടി മാർക്കറ്റിൽ പോയി, പിന്നെ സിറ്റിയിലെ ബാക്കി ഭാഗങ്ങളിലൊക്കെ കേട്ടോ. പിതാ और പുത്ര ഹതാഷ് और ഉമ്മീദ് के बीच झूलते रहते हैं. അപ്പോൾ ഈ അച്ഛനും മകനും എന്താണ്, പ്രതീക്ഷയ്ക്കും നിരാശയ്ക്കും ഇടയിൽ ആടി ഉലയുക എന്നൊക്കെ പറയില്ലേ. അതായത് കിട്ടുമെന്ന പ്രതീക്ഷ, കിട്ടിയില്ല എന്ന നിരാശ, ഇത് രണ്ടും ഉണ്ടായിരുന്നു. അന്തോണിയോ ने तो शायद दुनिया के बहुत दुख झेले हैं. അപ്പോൾ അന്തോണിയോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അന്തോണിയോ കുറേ ദുഃഖങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പാടുകളൊക്കെ. പക്ഷെ ബ്രൂണോനെ സംബന്ധിച്ചിടത്തോളം ബ്രൂണോക്ക് ലിയെ ബിഗർത്തി മാനവതാക്ക ഈ പെഹല അനുഭവ ഹെ. അപ്പോൾ മനുഷ്യത്വം ഇല്ലാതാവുന്നതിൻ്റെ, മനുഷ്യത്വം തകരുന്നതിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു മകന് ബ്രൂണോയ്ക്ക് ഈ ഒരു കാര്യം. അതാണ് ബിഗർത്തി മാനവത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം തകരുക എന്നാണ് കേട്ടോ. सब जगह से हार कर अंत में अंतोनियो को सड़क किनारे एक लावारे साइकिल दिखती है. उसे पता है कि चोरी बुरी चीज़ है, लेकिन उसकी ईमानदारी उसकी भूख से टकरा रही है.
അപ്പോൾ എല്ലായിടത്തും തേടി ഒന്നും കിട്ടിയില്ല. അങ്ങനെ എല്ലായിടത്തും നിരസിക്കപ്പെട്ട അന്തോണിയോ ഒടുവിൽ എന്ത് ചെയ്തറിയോ, വഴിയരികിൽ ആരോ നിർത്തിയിട്ട ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു സൈക്കിൾ കാണുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് മോഷണം തെറ്റാന്ന് അയാൾക്ക് അറിയാം, പക്ഷെ എന്താ ചെയ്യുക, വിശപ്പ് അല്ലേ, വിശപ്പും സത്യസന്ധതയും കൂടി നോക്കുമ്പോൾ വിശപ്പിനാണ് ഇവിടെ ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മോഷ്ടിക്കാൻ തീരുമാനിക്കാൻ, ആ നിർത്തിയിട്ടിരിക്കുന്ന സൈക്കിള് മോഷ്ടിക്കാൻ അന്തോണിയോ തീരുമാനിക്കുന്നു. അന്തോണിയോ ഉസ് സൈക്കിൾ को चुराने की कोशिश करता है. അങ്ങനെ ആ സൈക്കിള് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് അന്തോണിയോ കേട്ടോ. അങ്ങനെ ലേക്കിൻ പക്കടാ ജാത്താ ഹെ, പക്ഷെ പിടിക്കപ്പെടുന്നു. സൈക്കിൾ കാ മാലിക് അന്തോണിയോ की हालत देखकर उसे जाने देता है. അപ്പോൾ സൈക്കിളിന്റെ ഉടമ വരും, ഉടമ അയാളുടെ അവസ്ഥ അറിഞ്ഞിട്ട് അയാളെ പോകാൻ അനുവദിക്കുന്നു, പിടിച്ച് ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. अंतिम दृश्य में अंतोनियो और ब्रूनो बीट के साथ चल रहे हैं, टूटे हुए शर्मिंदा. അപ്പോൾ എന്താണ് ലാസ്റ്റ്, ഇതൊരു ഫിലിമിലേക്കാണെന്ന് അറിയാലോ, ഒരു ഫിലിം ഉണ്ട് കേട്ടോ, ബൈസിക്കിൾ തീവ്സ് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലേഖനമാണിത്. അപ്പോൾ ഈ ലാസ്റ്റ് സീനിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തോണിയോയും ബ്രൂണോയും ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം നടക്കുകയാണ് കേട്ടോ. വളരെ സങ്കടപ്പെട്ട് തകർന്നു പോയി, ലജ്ജിച്ച്, ടൂട്ടെ ഹുയെ പറഞ്ഞാൽ മൊത്തത്തിൽ തകർന്ന്, ഷർമിന്ദ പറഞ്ഞ ലജ്ജയോടെ എന്നാണ് കേട്ടോ. സൈക്കിൾ നെഹി ലേക്കിൻ ദുനിയാമേയും അബി ബി കരുണ ഹെ. സൈക്കിൾ ഇല്ല ഇപ്പോൾ, പക്ഷെ ലോകത്ത് ഇപ്പോഴും എന്തുണ്ടെന്നാ പറയണേ, കരുണയുണ്ട്, ഉമ്മീദ് ഉണ്ട്, പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറയുന്നു. एक और मुश्किल दिन है जिसका सामना करने निकली एक भीड़ है. അപ്പോൾ എന്താണ്, മറ്റൊരു പ്രയാസകരമായ ദിവസത്തെ നേരിടാൻ തയ്യാറായ ഒരു ജനക്കൂട്ടം ഇവരുടെ കൂടെയുണ്ട്. അപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല അല്ലേ, ആ വലിയ ജനക്കൂട്ടത്തിനും ഉണ്ടാവും പ്രശ്നങ്ങൾ, അവരുടെ കൂടെ ഇവരും നടന്നു നീങ്ങുകയാണ്. एक सरल सी कहानी हमें कहाँ कहाँ ले जाती है. सही और गलत की परिभाषा, इतिहास का एक पाठ, युद्ध का असली चेहरा जो बारूद का धुआं छटने के बाद दिखता है, और एक परिवार का महत्व. അപ്പോൾ ഇതൊരു സരൾസി കഹാനിയാണ്, ഒരു ലളിതമായ കഥയാണ്, പക്ഷെ അത് നമ്മളെ പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം അല്ലേ. എന്തൊക്കെയാണ് ശരിയും തെറ്റും സംബന്ധിച്ച്, ശരി ഏതാ തെറ്റേതാ എന്നുള്ളതിൻ്റെ ഒരു നിർവചനം. പിന്നെ അതുപോലെ ഇതിഹാസ് കാ ഏക് പാഠ്, ഇതിഹാസ് പറഞ്ഞ ചരിത്രത്തിൻ്റെ ഒരു പാഠം. യുദ്ധ കാ അസലി ചേഹര, യുദ്ധത്തിൻ്റെ എന്താണ് നിർവചനം, യുദ്ധം കഴിഞ്ഞ് വെടിമരുന്നും പുക മാറിയതിന് ശേഷമുള്ള യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം. പിന്നെ ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. फिल्में जितनी हंसाने या मन बहलाने के लिए होती है, उतनी ही दिल तोड़ने और रुलाने के लिए भी. फिल्में कहानी के जरिए वह करती है जो हमें एहसास दिलाता है कि हम कितने कमज़ोर है, ताकतवर है, संवेदनशील है, फूफट है, बदतमीज़ है, लेकिन सबसे ज़रूरी बात हम अकेले नहीं है. എന്താ പറയുന്നത്, അതായത് ഈ പറയുന്ന നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മളെ അത് ചിരിപ്പിക്കുന്നുണ്ട് അല്ലേ, അതേപോലെ തന്നെ ചിലത് നമ്മളുടെ മനസ്സിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നത്, നമ്മൾ കരയുന്ന ഒരവസ്ഥയിലേക്ക് വരും ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ഒരു സിനിമയിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ എത്ര വീക്കാണെന്നും നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാവും. ലേക്കിൻ സബ്സെ ജറൂരി ബാത് ഹം അക്കേലെ നഹി ഹെ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ ഒറ്റയ്ക്കല്ല. ദുനിയാ ഭർ में दूर दूर के देशों में, ऐसे देशों में जहाँ लोग भाषा भी हमारी नहीं बोलते, ऐसे लोग हैं जो हमारी जैसी खुशियों से खुश हो रहे हैं, हमारे जैसे दुखों से टूट रहे हैं. അപ്പോൾ എന്താ, നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലേ. എന്താണ്, ലോകമെമ്പാടും അതുപോലെ നമ്മളെ അറിയാത്ത വേറെ വേറെ ദേശങ്ങളിൽ നമ്മുടെ ഭാഷ സംസാരിക്കാത്ത വേറെ ഭാഷ സംസാരിക്കുന്ന ആളുകളുള്ള രാജ്യങ്ങൾ എല്ലാം അല്ലേ, നമ്മളെ അറിയാത്തവർ ചിലപ്പോൾ നമ്മുടെ സന്തോഷങ്ങളിൽ ആനന്ദിക്കുന്നവരുണ്ടാവും അല്ലെ, നമ്മുടെ ദുഃഖങ്ങളിൽ തകർന്നവരുണ്ടാവും, അങ്ങനെ കുറേ ഉണ്ട്. നമ്മളെല്ലാവരും കണക്റ്റഡായി നിൽക്കണു എന്നാണ് പറയണത് കേട്ടോ. അതേപോലെ फिल्में हमें बांधती है एक अदृश्य चांदी की टोर में और गड़ा कर देती है एक बहुत ऊंची छत पर, हल्के से झोंके में उड़ना सीख जाते हैं हम किसी नई करारी पदम की तरह. എന്താ പറയണത്, സിനിമ നമ്മളെ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു നൂല്, വെള്ളിനൂൽ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് നമ്മളെ എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ വളരെ ഉയർന്ന ഒരു മേൽക്കൂരയിൽ നമ്മളെ നിർത്തുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ പുതിയതും മൃദുവായതുമായ ഒരു പട്ടം പോലെയാണ് നമ്മൾ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ.
അതുപോലെ ഹൽക്കെ സെ ചോങ്കെ മേ ഉഡ്നാ സീഖ് ജാത്തെ ഹെ, ചെറിയൊരു കാറ്റിനൊപ്പം പറക്കാൻ നമ്മളെ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പട്ടം പോലെയൊക്കെ പറക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അത് ഒരു ഇന്നർ മീനിങ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഗരീബി और उदासी की तुलना धूप से की है क्यों? അപ്പോൾ ഗരീബി और उदासी എന്നുള്ളതിൻ്റെ കമ്പാരിസൺ ധൂപ്പുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടെന്നാണ്. ഗരീബി और उदासी की तुलना धूप से इसलिए की गई है क्योंकि जिस तरह धूप पूरे देश में फैल जाती है और हर जगह मौजूद होती है, उसी तरह गरीबी और उदासी भी पूरे देश पर छाई हुई थी. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. नेक्स्ट വരുന്നത് बिगड़ती मानवता का क्या तात्पर्य है? बिगड़ती मानवता का तात्पर्य है कि समाज में मानवीय मूल्य और नैतिकता कमजोर हो रही है. जब लोग अपनी ज़रूरतों को पूरा करने के लिए दूसरों के प्रति संवेदनशीलता खो देते हैं और गलत काम करने लगते हैं तो इसे बिगड़ती मानवता कहा जाता है. नेक्स्ट, अपनी ईमानदारी भूख से टकराने पर आप क्या करेंगे? ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ ഉള്ളത് ഒരു ഇയാളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ നമ്മുടെ വിശപ്പ് അല്ലേ അത് ഇതാക്കാൻ നമ്മൾ എന്ത് ചെയ്യാമെന്നാണ്, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ചോദ്യം കേട്ടോ. അതിൻ്റെ രണ്ട് ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കിസി സെ മദത് മാംഗെ യാ കിസി ऐसे व्यक्ति से उधार ले जो उसे जानता हो. ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അടുത്തത് किसी ऐसे काम की तलाश करे जिससे वह ईमानदारी से पैसे कमा सके. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി തേടുക, പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടാൻ ഉള്ള രീതിയിൽ ജോലി തേടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വിശപ്പടക്കുക. ഓക്കെ. मुश्किल दिन है जिसका सामना करने निकली एक भीड़ है, इसका क्या तात्पर्य है? मुश्किल दिन है जिसका सामना करने निकली एक भीड़ है का तात्पर्य है कि अंतोनियो और ब्रूनो को अपनी साइकिल खोने के बाद भी वे दुनिया में दया और आशा पाते हैं. ये भीड़ उनकी निराशा और शर्मिंदगी को साझा करती है, लेकिन साथ ही एक नए और बेहतर दिन की उम्मीद भी जगाती है. हम अकेले नहीं हैं, इसकी प्रासंगिकता पर विचार प्रकट करें. आंसर, इस कथन की प्रासंगिकता बहुत गहरी है. ये हमें बताता है कि हम सभी इंसान एक दूसरे से जुड़े हुए हैं. നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നത്. भले ही हम अलग अलग जगहों पर रहते हो, अलग भाषा बोलते हो या अलग संस्कृति से आते हो. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ടിവിറ്റീസ് നമ്മുടെ പാർട്ട് 2 വീഡിയോ കാണുക കേട്ടോ. ഇത് പാർട്ട് 1 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.